കോഴിക്കോട് മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ കാണാതായ സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തിനെതിരെ മാമിയുടെ കുടുംബം രംഗത്ത്. കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് കുടുംബം പറഞ്ഞു. അട്ടിമറി ആരോപിച്ച് മാമി ആക്ഷൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. മാമി തിരോധാന കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഡിവൈഎസ്പി യു പ്രേമനെ കണ്ണൂർ ക്രൈംബ്രാഞ്ചിലേക്കും മേൽനോട്ട ചുമതല ഉണ്ടായിരുന്ന ക്രൈംബ്രാഞ്ച് IG പി പ്രകാശിനെ തീരദേശ പോലീസിലേക്കുമാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് മാമി ആക്ഷൻ കമ്മിറ്റിയും കുടുംബവും രംഗത്തെത്തിയിരിക്കുന്നത്. കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ബാഹ്യ ഇടപെടൽ നടക്കുന്നതായി ആശങ്കയുണ്ടെന്നും സ്ഥലം മാറ്റം കേസ് അട്ടിമറിക്കാനാണെന്നും ആക്ഷൻ കമ്മിറ്റി പറഞ്ഞു. മാമി കുടുംബത്തിനും അതുപോലെ തന്നെ ആക്ഷൻ കമ്മിറ്റിക്കും ഞങ്ങളുടെ ഈ കേസിൽ ഇടപെട്ട മുൻ MLA PV അൻവറും പ്രതീക്ഷ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ പിന്നെ ഞങ്ങളൊരു സമരവും കാര്യങ്ങളും പറയേണ്ട ആവശ്യമില്ല. മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ആൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ പലതവണയും നല്ല രീതിയിൽ പോകുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ വിശ്വാസം ഇല്ലാതായപ്പോഴാണ് വീണ്ടും മീഡിയയുടെ മുമ്പിൽ ഞങ്ങൾ വരേണ്ട ഒരു അവസ്ഥ ഉണ്ടായത്. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ഉദ്യോഗസ്ഥരെ തലസ്ഥാനത്ത് കൊണ്ടുവരണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കാരണം ഇത്രയും ട്രൂത്ത്ഫുള്ളായിട്ടും ഇത്രയും ബോൾഡായിട്ടും അന്വേഷിക്കുന്ന ഒരു IPS ഓഫീസറെ ഞങ്ങളെ കൂടെ ഉണ്ടാകുക എന്നുള്ള ധൈര്യം ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടായിരുന്നു. അപൂർവമായിട്ട് മാത്രം ഉണ്ടാകുന്നൊരു കാര്യമാണത്. അപ്പോൾ ഈ സാറിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അല്ലെങ്കിൽ മേൽനോട്ടത്തോട് കൂടിയിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് ഇപ്പം ഇല്ല. കാരണം വെച്ചാൽ സാർ ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ ആ സാറിനെ മാറ്റിയതിൽ തന്നെ ഉന്നതമായ ഇടപെടലുകളോ എന്തെങ്കിലും ഞങ്ങൾ സംശയിക്കുന്നത്. നേരത്തെ നമ്മളിത് പറഞ്ഞതാണ്. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും മാമി ആക്ഷൻ കമ്മിറ്റി വ്യക്തമാക്കി. അതേസമയം പ്രതികളിലേക്ക് എത്തുമെന്ന ഘട്ടത്തിലാണ് സ്ഥലം മാറ്റം ഉണ്ടായതെന്നും സ്ഥലം മാറ്റം ബാഹ്യശക്തികളുടെ ഇടപെടൽ മൂലമാണെന്നും കുടുംബം ആവർത്തിക്കുന്നു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.